ഇനി കണ്ണൂരിൽ UDFന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജനങ്ങൾ സർക്കാരിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ശൈലജ ടീച്ചർ ഈ മണ്ഡലത്തിൽ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച് ഈ 3072 വോട്ടുകളുടെ ഭൂരിപക്ഷം മറിച്ച് കുത്തും എന്നുള്ളതൊക്കെ ആയിരിക്കാം അതിലൊരു കണക്കൂട്ടൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തയായ ഒരു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമസ്കാരം. റിസാല അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ ശ്രദ്ധ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് തിരിയുകയാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയായി മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ശൈലജ ടീച്ചർ മണ്ഡലത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതോടുകൂടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് തക്കതായ ഒരു എതിരാളി എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടാൻ മണ്ഡലത്തിൽ CPMനാവുന്നുണ്ട്. ഈ പേരാവൂർ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് പേരാവൂർ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പേരാവൂർ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന വലിയ പ്രതീക്ഷയുമായിട്ട് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പേരാവൂർ പോലൊരു മണ്ഡലത്തിൽ തുടർച്ചയായി സണ്ണി ജോസഫ് ജയിച്ചു വരുന്ന 3 തവണയായിട്ട് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. എങ്കിലും പേരാവൂർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വരികയാണ്. ശൈലജ ടീച്ചറുടെ ഒരു വരവാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു സ്ഥാനാർത്ഥി, പേരാവൂരിനെ 2006-ൽ പ്രതിനിധീകരിച്ച ഒരു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ വീണ്ടും പേരാവൂർ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. പേരാവൂർ സത്യത്തിൽ ഒരു ബിഗ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലം തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം ഇത്തവണ പേരാവൂരായിരിക്കും. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനി കേന്ദ്ര കമ്മിറ്റിയോ PBയോ ചേർന്നാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ അവിടെ മത്സരിക്കാൻ പോകുന്നത് ശൈലജ ടീച്ചറാണ്. CPMന് ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തയായ ഒരു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ ജയിച്ചത്. ഒരുപക്ഷെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അത്രയും ശക്തമായ ഭൂരിപക്ഷം നേടിയ ഒരാൾ, കരുത്തുറ്റൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ നമ്മൾ പേരാവൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ നിയമസഭയിലേക്ക് ഉറപ്പായും വരണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ജയിക്കാവുന്ന കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കാമായിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നമ്മൾ കണ്ണൂരിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ കണ്ണൂർ കേരളത്തിൻ്റെ ഒരു ചുവപ്പ് കോട്ട എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ആ ചുവപ്പ് കോട്ടയുടെ കിഴക്ക് ഭാഗത്തുള്ള ഈ പ്രദേശങ്ങൾ, ഇരിക്കൂറാണെങ്കിലും പേരാവൂരാണെങ്കിലും ഒക്കെ മലയോര മേഖലകളാണ്. UDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളുമാണ്. പേരാവൂർ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാലും സണ്ണി ജോസഫ് കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇന്ന് അദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. ഇനി മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ 1977 മുതൽ KP നൂറുദ്ദീനായിരുന്നു കുറേ കാലം അവിടെ മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം വനം മന്ത്രിയൊക്കെ ആയിരുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നുമുണ്ട്. അദ്ദേഹം പരാജയപ്പെടുന്നത് KT കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് എസിൻ്റെ നേതാവിനോട് 96-ലാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത്. അത് KT കുഞ്ഞഹമ്മദ് എന്ന് KP നൂറുദ്ദീനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. KP നൂറുദ്ദീൻ്റെ രാഷ്ട്രീയവും ഏകദേശം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അവിടെ UDF വീണ്ടും അവിടെ തിരിച്ചു പിടിക്കുന്നുണ്ട്. അത് AD മുസ്തഫയിലൂടെയാണ് തിരിച്ചു പിടിക്കുന്നത്. 2001-ൽ തിരിച്ചു പിടിക്കുന്നത്. പക്ഷേ 2006-ൽ ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ശൈലജ ടീച്ചർ അവിടെ ആ മണ്ഡലം UDFൻ്റെ ഉറച്ച മണ്ഡലമെന്ന് കരുതപ്പെടുന്ന ആ മണ്ഡലം ശൈലജ ടീച്ചർ അവിടെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. UDFൻ്റെ KT കുഞ്ഞഹമ്മദിന് ശേഷം ഒരു CPM സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ശൈലജ ടീച്ചർ ജയിച്ചുവെങ്കിലും പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2011-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശൈലജ ടീച്ചർ ഇന്ന് മത്സരിക്കാൻ പോകുന്ന സണ്ണി ജോസഫിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമാണ് പറഞ്ഞത്. ഈ 3 ഘട്ടങ്ങളിലായി 11, 16, 21 തെരഞ്ഞെടുപ്പുകളിൽ സണ്ണി ജോസഫ് തുടർച്ചയായി ജയിച്ചു. 2011-ൽ സണ്ണി ജോസഫ് KK ശൈലജ ടീച്ചറെ തോൽപ്പിക്കുന്നത് 3440 വോട്ടുകൾക്കാണ്. അന്ന് സണ്ണി ജോസഫിന് 56,151 വോട്ട്, അതായത് 48.07% വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് 52,711 വോട്ടുകളും ലഭിക്കുന്നുണ്ട്. 45.12
വോട്ടുകളാണ്. BJP അപ്രസക്തമായൊരു മണ്ഡലമാണ്. ഈ 2021 വരെ കാര്യമായ റോളൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ്. 4% വോട്ട് അത്രയേ ഉള്ളൂ. മണ്ഡലത്തിൽ. ഇനി 2016 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അന്ന് ശൈല ടീച്ചർ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. ബിനോയ് കുര്യൻ എന്ന് പറയുന്ന ഒരാളെയാണ് CPM അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. 2016 സണ്ണി ജോസഫ് ബിനോയ് കുര്യനെ തോൽപ്പിക്കുന്നത് 7989 വോട്ടിനാണ്. സണ്ണി ജോസഫിന് അന്ന് ലഭിക്കുന്ന വോട്ട് 65,659 വോട്ട്, 48.10% വോട്ട്. ബിനോയ് കുര്യന് ലഭിച്ചത് 57,670, 42.25% വോട്ടാണ്. NDAക്ക് അവിടെ ആകെ ലഭിക്കുന്നത് 9,129 വോട്ട് മാത്രമാണ്. ഇതാണ് 2016 കണക്ക്. 2021 എത്തുമ്പോൾ സണ്ണി ജോസഫ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന അന്നത്തെ DYFIയുടെയും CPMൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് നേരിട്ടത്. 3,172 വോട്ടിനാണ് തോൽപ്പിച്ചത്. സണ്ണി ജോസഫിന് 66,706 വോട്ടും 46.93%. അദ്ദേഹത്തിൻ്റെ വോട്ടും കുറഞ്ഞു, ശതമാനവും കുറഞ്ഞു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് 2021 എത്തുമ്പോൾ. സക്കീർ ഹുസൈന് 63,534 വോട്ട്, 44.47 വോട്ട് ശതമാനം വോട്ടാണ്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും സണ്ണി ജോസഫിൻ്റെ വോട്ടിംഗ് ശതമാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ട്. സണ്ണി ജോസഫിന് അവിടെ അന്ന് ലഭിക്കുന്ന ഭൂരിപക്ഷം 3,172 വോട്ടാണ്. അത് 2011 ഇതിന് സമാനമായ ഒരു ഭൂരിപക്ഷം. അപ്പോൾ ഈ മണ്ഡലത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, സണ്ണി ജോസഫ് തുടർച്ചയായി ജയിച്ചുവെങ്കിൽ പോലും സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമല്ല എന്നാണ് നമ്മുടെ ഈ വോട്ടിംഗ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കോൺഗ്രസ് പാളയത്തിൽ ഇതേ സമയത്ത് അവർ ചുമർത്തി കാണിക്കുന്ന ചില വോട്ടിംഗ് ശതമാനങ്ങൾ കൂടിയുണ്ട്. അത് രസകരമായൊരു കണക്കാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ഒരു കണക്ക് അവർ കാണിക്കുന്നുണ്ട്. അന്ന് സുധാകരൻ പിടിക്കുന്ന വോട്ട് ഏകദേശം 23,000 വോട്ടുകളുടെ 23,451 ഭൂരിപക്ഷത്തിൽ അന്ന് ലീഡുണ്ട് അവിടെ ആ മണ്ഡലത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ പേരാവൂർ മണ്ഡലത്തിൽ മാത്രമുണ്ട്. അതേസമയം വീണ്ടും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇതേപോലെ ഒരു 12,000 വോട്ടിൻ്റെ ലീഡ് UDFന് നിലനിർത്താനായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഈ ലീഡ് ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ്. അതെ. ഈ കഴിഞ്ഞ ദിവസം ഈ സണ്ണി ജോസഫിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു, ശൈല ടീച്ചറാണല്ലോ മത്സരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും മത്സരിക്കട്ടെ, ആ ആത്മവിശ്വാസം ഇതിൽ നിന്ന് വരുന്നതാണ്, ഈ കണക്കിൽ നിന്നാണ്. UDF അവിടെ ജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഇങ്ങനെ ഇത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ, 3000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ, ശൈല ടീച്ചർ വരുമ്പോൾ പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ബിനോയ് പറഞ്ഞ കണക്കാണ്. അതായത് അതിന് ശേഷമാണ് അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ വോട്ടിൻ്റെ കണക്കും അതിനുശേഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കും കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കണക്കുകളെ കുറിച്ച് ചർച്ച പലപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയോ കണക്കുകൾ അങ്ങനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രതിഫലിക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത്തരം തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ ഇങ്ങോട്ടേക്ക് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇടതുപക്ഷവും അത് തന്നെയാണ് പറയുന്നത്. ഈ കണക്കുകളല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ എടുത്തുകൊണ്ട് വരൂ, ആ കണക്കിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് കാണിക്കൂ, ആ വോട്ട് അനുസരിച്ചിട്ട് ആ വോട്ടിൻ്റെ മറ്റൊരു കണക്കായിട്ട് ഇവർ LDFൻ്റെ മുൻപിലുണ്ടായിരുന്ന മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ പഞ്ചായത്തിലും എങ്ങനെയാണ് ഏതൊക്കെ പഞ്ചായത്തുകളാണ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ഞാൻ പറഞ്ഞത് ഏതൊക്കെ പഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിൽ വരുന്നത് നമുക്ക് പഞ്ചായത്തുകളെയും അവിടെ കിട്ടിയ ലീഡും നമുക്ക് പറഞ്ഞു പോകാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ 8 പഞ്ചായത്തുകളാണ് ഇവിടെ ഉള്ളത്. ഒരു നഗരസഭ ഇരിട്ടി നഗരസഭ 8 പഞ്ചായത്തുകളുമാണുള്ളത്. അപ്പോൾ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ 3,578 വോട്ടാണ് UDFൻ്റെ ലീഡ്. ആറളത്ത് 1,849 വോട്ട്, കണിച്ചാറിൽ 1,070 വോട്ട്, കേളകത്ത് 754 വോട്ട്, കൊട്ടിയൂരായി വന്നു കഴിഞ്ഞപ്പോൾ അത് 1,194. ഇങ്ങനെയാണ് UDFന് ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പായത്ത് LDFൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയപ്പെടുന്ന ഒരു പഞ്ചായത്താണ് പായത്ത് 2,578 വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സക്കീർ ഹുസൈന് കിട്ടുന്നത്. ഇരിട്ടി നഗരസഭയിലേക്ക് വരുമ്പോൾ ഇരിട്ടി നഗരസഭയിൽ 176 വോട്ടാണ് LDFന് കിട്ടുന്നത്. അതേസമയം മുഴക്കുന്ന് എന്ന് പറയുന്ന പഞ്ചായത്തിൽ 1,771 വോട്ടുകൾ, പേരാവൂർ 1,048 വോട്ടുകൾ എന്നിങ്ങനെയാണ് LDFൻ്റെ ലീഡ്. അപ്പോൾ ഈ ഒരു കണക്കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ 3,172 വോട്ടിൻ്റെ കണക്ക് പറയുന്നത്. ഇത് ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന്
UDF ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചുകൊണ്ട് 3 പഞ്ചായത്തുകൾ 3 പഞ്ചായത്തുകൾ കേളകം, കടിച്ചാർ, ആറളം തുടങ്ങിയ പഞ്ചായത്തുകൾ LDF ഭരിച്ചുകൊണ്ടിരുന്ന അത് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് പിടിച്ചെടുക്കാനായി. ഇതാണ് സണ്ണി ജോസഫ് പറയുന്നത്. മാത്രമല്ല വോട്ടിംഗ് ശതമാനം കൂട്ടിയിട്ടുണ്ട്. ഈ ഇരിട്ടി നഗരസഭയിലടക്കം വലിയ രീതിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ UDFനായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഉള്ളൊരു പേരാവൂർ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടിയേറ്റക്കാർ കൂടുതലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ UDFൻ്റെ വളരെ ബേസായിട്ടുള്ളൊരു സംഗതി. സണ്ണി ജോസഫിന് അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നതും അതിൻ്റെ ബലത്തിൽ തന്നെയാണ്. ഈ മണ്ഡലത്തിൽ ഈ മലയോര മേഖലയിൽ ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലയോര മേഖലയിലുണ്ടായ കുറേ വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതിൽ വലിയ അതൃപ്തിക്ക് കാരണമായ ഈ വന്യജീവി ശല്യം എന്ന് പറയുന്ന ഒരു വിഷയം UDF പലപ്പോഴും UDF അധികാരത്തിൽ വന്നാൽ വന്യജീവി ശല്യം ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDFും വലിയ സമരങ്ങൾ നടത്തി. ഈവൻ കേരള കോൺഗ്രസ്സിന് പോലും മാണി ഗ്രൂപ്പിന് പോലും അതൃപ്തി ഉണ്ടാക്കിയൊരു വിഷയമാണ് ഈ വന്യജീവി ശല്യം തടയാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം. മാത്രമല്ല അവിടെ ക്രൈസ്തവ സഭയും വലിയ പ്രശ്നങ്ങളുടെ വലിയ സമരങ്ങളും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ഇതൊരു വലിയ വിഷയമായി അവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. UDF ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ UDFന് ഇപ്പം ഈ അവർക്ക് അവിടെ നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ. പക്ഷേ അതിനെ മറികടക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ എന്ന വ്യക്തിയാണ്. ശൈലജ ടീച്ചറെ ഒരു പക്ഷേ ഒതുക്കാൻ വേണ്ടിയായിരിക്കാം പേരാവൂരിലേക്ക് കൊണ്ടുവന്നിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ നേരത്തെ പറഞ്ഞാലോ നിയമസഭയിലേക്ക് ഉറപ്പായും അവർ എത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കണ്ണൂർ ജില്ലയിലെ എത്രയോ മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയിക്കുമെന്നുള്ള മണ്ഡലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ UDFൻ്റെ 2 തവണ മാത്രം LDF ജയിച്ചൊരു മണ്ഡലത്തിൽ തുടർച്ചയായി സണ്ണി ജോസഫ് ജയിക്കുന്ന മണ്ഡലത്തിൽ കൊണ്ട് വീണ്ടും അവർ മത്സരിപ്പിച്ചത് ആ മണ്ഡലത്തിൽ ഒരു പക്ഷേ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കൂടി കണ്ടിട്ടാണ്. ശൈലജ ടീച്ചറിൻ്റെ പ്രതികരണത്തിലും അതുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ പേരാവൂരാണല്ലോ ടീച്ചർ മത്സരിക്കുന്നത് തോന്നിയപ്പോൾ സാധാരണ നിലയ്ക്കുള്ള ഒരു പ്രതികരണമായിരുന്നില്ല. ഒരു അല്പം വിഷമത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ്. സെക്രട്ടേറിയറ്റ് നാളെ തീരുമാനിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ശൈലജ ടീച്ചർ എന്നൊരു വ്യക്തി കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഏറ്റവും വലിയ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ശേഷിയുള്ള ഒരാൾ തന്നെയാണ്. ഒരുപക്ഷേ KR ഗൗരിയമ്മയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെട്ടൊരു വനിതയും അവരായിരുന്നു. അത്തരം ചില ചർച്ചകളും പുറത്തുയർന്നു വന്നിരുന്നു. ഈ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞപ്പോഴാണ് അതായത് ഇതിന് മറ്റൊരു നറേറ്റീവ് ഉള്ളത്. അതായത് ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് CPMൻ്റെ ശക്തികേന്ദ്രമായ മണ്ഡലമാണ്. അത്തരൊരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറുടെ ആവശ്യമില്ല. അപ്പോൾ ശൈലജ ടീച്ചറുടെ ഒരു വ്യക്തിപ്രഭാവത്തിന് ഒരു 2006 ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ളൊരു വിജയം കാഴ്ചവെച്ചൊരു മണ്ഡലം കൂടെയാണ് പേരാവൂർ എന്ന് പറയുന്നത്. അതായത് 9099 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആ സമയത്ത് ശൈലജ ടീച്ചർ കിട്ടുന്നത്. അപ്പോൾ അത്രയും ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലത്ത് പിന്നീട് തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് നേരാണ്. എങ്കിലും ഈ പ്രദേശം അതായത് പേരാവൂർ മണ്ഡലത്തിലുള്ള പാർട്ടി മെഷീനറിയുടെയും ആ സംവിധാനങ്ങളുടെയും ഒരു ആവശ്യമുണ്ട്. കരുത്തരായ സ്ഥാനാർത്ഥി അത് എല്ലാ മണ്ഡലങ്ങളിലും കുറച്ച് ശക്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണൂരിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് LDFന് അല്ലെങ്കിൽ CPMന് താരതമ്യേന ദുർബലമായ ഒരു അവസ്ഥയാണ് പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലുള്ളത്. അല്ല ഈ ഒരു സാഹചര്യം മറ്റ് മണ്ഡലങ്ങളിൽ പാർട്ടി മെഷീനറിയെ ചലിപ്പിച്ച് മണ്ഡലം പിടിക്കുന്നത് പോലെ ഈ 2 മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കുന്നത് എളുപ്പമല്ല, അസാധ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ല ഇവരുടെ ഈ ഒരു നേരത്തെ ഉണ്ടായിട്ടൊരു ജയമാണ് CPMനെ സംബന്ധിച്ചൊരു തോൽക്കുകയും ചെയ്തല്ലോ. തോറ്റു, അത് സത്യമാണ്. ആ തോൽവിക്ക് ശേഷം ഉണ്ടാകുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഒരു കുറവ് CPMനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലത്ത് പരിചിതമായ ഒരു സ്ഥാനാർത്ഥി, ഈ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നൊരു മുഖം, അപ്പോൾ അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഒരു പക്ഷേ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇലക്ഷനെ സർക്കാർ സമീപിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ സർക്കാരിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ശൈലജ ടീച്ചർ ഈ മണ്ഡലത്തിൽ 2 കൈകളും നീട്ടി സ്വീകരിച്ച് ഈ 3072 വോട്ടുകളുടെ ഭൂരിപക്ഷം മറിച്ച് കുത്തും എന്നുള്ളതൊക്കെ ആയിരിക്കാം അതിനൊരു കണക്കൂട്ടൽ എന്നുള്ളതാണ്. അങ്ങനെയാണ് CPM നേതൃത്വം ഒരുപക്ഷെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ CPMൻ്റെ അണികൾ, സൈബർ അണികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് അത് തന്നെയാണ്. അതായത് ആ മണ്ഡലം 2 ലക്ഷ്യങ്ങളതിലും പിന്നിലുണ്ട്. ഒന്ന്, സണ്ണി ജോസഫ് ഒരു KPCC പ്രസിഡൻ്റാണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ തളച്ചിടുക എന്നുള്ളൊരു ലക്ഷ്യം അതിലുണ്ട്. പക്ഷേ കാരണം അവിടുന്ന് അയാൾക്ക് അദ്ദേഹത്തിന് കൂടുതൽ സമയം മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റാനൊക്കെ ഒരു പക്ഷേ
തടസ്സമുണ്ടാകും. പക്ഷേ അതിനും വേറൊരു പ്രശ്നമുണ്ട്. KPCC പ്രസിഡൻറ്റിനെ തൽക്കാലികമായി മാറ്റാനുള്ള ഒരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ്റെ പേരുൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സംഗതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവർ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ആ മണ്ഡലത്തിൽ തളച്ചെടുക്കുക. ശൈല ടീച്ചർ അല്ല എങ്കിൽ സാധാരണ നിലയ്ക്ക് UDF ഉറപ്പായും ജയമുള്ളൊരു മണ്ഡലമാണ് ഈ പറയുന്ന പേരാവൂർ മണ്ഡലം. ശൈല ടീച്ചർ വന്നപ്പോൾ വളരെ ശക്തമായൊരു പോരാട്ടമാണ്. ഇനി കണ്ണൂരിൽ UDF ജയസാധ്യതയുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാലും UDF കയ്യിലിരുന്നൊരു മണ്ഡലം, അതും 3 തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലം ശൈല ടീച്ചർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു CPM സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. ഇനി ഒതുക്കാനാണ് കൊണ്ടുപോയിട്ടതെങ്കിൽ ശൈല ടീച്ചറെ സംബന്ധിച്ച് ഈ ഒതുക്കൽ എന്ന് പറയുന്ന നറേറ്റീവ് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. അതെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഈ സണ്ണി ജോസഫ് പഴയ സണ്ണി ജോസഫ് അല്ല, ശൈലജ ടീച്ചർ പഴയ ശൈലജ ടീച്ചർ അല്ല, ആ രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിയത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത് ശൈലജ ടീച്ചറുമായിട്ടുള്ള മത്സരത്തിൽ. ആ തോൽവിയുടെ ആഘാതം ഒരുപക്ഷെ തോൽക്കുമായിരുന്നെന്ന് ഉറപ്പായിരുന്നൊരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ പോലെയുള്ള വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലൊക്കെ വലിയ തിളങ്ങി നിന്ന സമയത്താണ് ഈ മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നത്. അവരുടെ പ്രതിച്ഛായ അതെ ആ രീതിയിലൊരു ക്ഷീണം പറ്റിയിട്ടുള്ള ശൈലജ ടീച്ചറാണ് ഈ വരുന്നത്. അവരുടെ പ്രതികരണത്തിൽ നിലനിൽക്കുന്ന ഈ വിഷാദച്ചാവിയൊക്കെ ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെയാണ് അവർ ഏറ്റുവാങ്ങിയ ഒരു പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണിത്. ഇത്ര ആഴത്തിലുള്ളൊരു തിരിച്ചടി കിട്ടുമെന്ന് ഒരു പക്ഷേ ശൈലജ ടീച്ചർ പോലും UDF മണ്ഡലമാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇങ്ങനെ വലിയൊരു ഹെവി ആയിട്ടുള്ള വലിയ ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് ശൈലജ ടീച്ചർ പോലും കരുതുന്നുണ്ടാവും. വടകരയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. അതായത് 1,14,506 വോട്ടിനാണ് ശൈലജ ടീച്ചർ അന്ന് വളരെ വലിയ പ്രതിച്ഛായുള്ളൊരു നേതാവാണ്. അതെ, അദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടാണ്, അതും പാലക്കാട് നിന്ന് വന്ന് മണ്ഡലം പിടിക്കാൻ ഏൽപ്പിച്ച ഒരാളാണ്. പുതിയ ആള്, ചെറുപ്പക്കാരനാണ്. ഷാഫി പറമ്പിൽ ഈ പാലക്കാടേക്കാളും കൂടുതൽ ഗ്ലാമർ ഉണ്ടാക്കുന്നത് വടകരയിൽ ശൈല ടീച്ചർ തോൽപ്പിച്ചതോടുകൂടിയാണ്. അതെ, അതായത് CPM രണ്ടാമത്തെ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ തോൽപ്പിച്ചു എന്നുള്ളൊരു സംഗതിയിലാണ് ഇത്. ഇനി നമ്മൾ 2019 വടകരയുടെ ഒരു ചരിത്രം കൂടെയുണ്ട്. വടകരയിൽ മുരളീധരൻ എന്ന CPM ശക്തനായൊരു നേതാവായിരുന്നു P. ജയരാജൻ, കണ്ണൂരിലെ P. ജയരാജൻ. ഇന്ന് ഖാദി ബോർഡിൻ്റെ മറ്റേ ചെയർമാനാണ്. പാർട്ടിയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ റോള് എന്ന് വ്യക്തമല്ല. അപ്പോൾ അന്ന് P. ജയരാജനെയും ഇതുപോലെ വടകര മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അന്ന് തന്നെയുള്ളൊരു സംസാരം ഇതായിരുന്നു, P. ജയരാജനെ തോൽപ്പിക്കാനാണ് കൊണ്ടിട്ടിരിക്കുന്നത്, ഒതുക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മുരളീധരനോട് തോറ്റത് 84,663 വോട്ടിനാണ് വടകരയിലും തോറ്റത്. ഈ ശൈല ടീച്ചർ P. ജയരാജനെ അപേക്ഷിച്ച് അന്നത്തെ 2024 വലിയ ഗ്ലാമറസായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ അവർ മത്സരിച്ചപ്പോഴത്തേക്കും ഈ UDF ഭൂരിപക്ഷം 1,14,506 വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി ശൈല ടീച്ചറുടെ മങ്ങിയ പ്രതിച്ഛായുള്ള ഒരു ശൈല ടീച്ചറാണ് ഈ പേരാവൂരിൽ ഇപ്പോൾ സണ്ണി ജോസഫിനോട് മത്സരിച്ച്. നമുക്ക് 2024 രാഷ്ട്രീയ സാഹചര്യങ്ങളോട് തൽക്കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ശൈല ടീച്ചറുടെ ഈ ഒരു ജനവിധി എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം. കാരണം വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ട് കേന്ദ്രത്തിൽ തന്നെ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിരുന്ന വലിയ പ്രചാരണങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഭൂരിപക്ഷം. തീർച്ചയായിട്ടും അത് നമ്മൾ അവഗണിക്കില്ല. ഇനി സണ്ണി ജോസഫിനെ എടുത്തു നോക്കാം. 2021 ഉണ്ടായിരുന്ന സണ്ണി ജോസഫ് അല്ല 26 വരുമ്പോൾ നമ്മൾ കാണുന്ന സണ്ണി ജോസഫ്. അദ്ദേഹം KPCC അധ്യക്ഷനായിട്ടാണ് 2011 മത്സരിക്കുമ്പോൾ അദ്ദേഹം K. സുധാകരൻ്റെ ഒരു ശിഷ്യൻ അവിടുന്ന് കെട്ടക്കെട്ട വളർന്ന് ഇന്ന് K. സുധാകരൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അതെ, KPCC പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട്, പാർട്ടിയുടെ ഒരു താക്കോൽ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ പാർട്ടിയുടെ എല്ലാ പോപ്പുലാരിറ്റിയും കിട്ടുന്ന ഒരു തസ്തികയിൽ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ശൈലജ ടീച്ചർ ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് ഒരുപക്ഷെ പുതിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. പാർട്ടിയും ഏത് രീതിയിൽ ഇനി അവരെ സഹായിക്കുന്നു, ഏത് രീതിയിലാണ് പാർട്ടി ആ മണ്ഡലത്തിൽ പ്രവർത്തനം സജ്ജമാക്കാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും ഒരുക്കമുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ പാർട്ടിക്ക് അങ്ങനെ ഒരുപക്ഷെ ജനങ്ങളോടെങ്കിലും മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും. ശൈലജ ടീച്ചർ ഇനി ഒരു തിരിച്ചടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ കേരളം അതിന് പാർട്ടി മറുപടി പറയുമോ ശൈല ടീച്ചർ മറുപടി പറയുമോ എന്ന് നമുക്കറിയില്ല. അതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ശൈല ടീച്ചർക്ക് മാത്രമേ അതിന് മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പാർട്ടി ഇപ്പം അവരവരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയിൽ ചില തർക്കങ്ങളല്ല, ചില ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശൈല ടീച്ചറുടെ പേര് ഒഴിവാക്കിയിട്ട് മറ്റാണ് ആദ്യം ലിസ്റ്റ് കൊടുത്തത്. കാരണം ടേം നിബന്ധന വെച്ചിട്ട് ശൈല ടീച്ചർ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്തത്. പക്ഷേ ശൈല ടീച്ചർ തന്നെ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോഴാണ്
അവരുടെ പേര് ഉൾപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മട്ടന്നൂരല്ല, പേരാവൂർ മത്സരിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചതെന്നാണ്. തീർച്ചയായിട്ടും ശൈല ടീച്ചർ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരു നേതാവാണ്, ചെറിയ നേതാവല്ല. അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശൈല ടീച്ചർ ഭയങ്കര വിഷമത്തോടു കൂടി വികാരപരിധിയായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. നമുക്കറിയില്ല, അങ്ങനെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വന്നത്. അതായത് ഞാൻ മാത്രം എല്ലാവർക്കും ടേം അളവുകളൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നു, എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഏത് വേണമെങ്കിൽ പേരാവൂർ മത്സരം. അപ്പോൾ എന്താണേലും ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ശൈല ടീച്ചർക്ക് ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളൊരു ലീഡറാണ്. പോപ്പുലാരിറ്റി ഉണ്ട്, വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി. എന്ത് പ്രതിസന്ധികളെയും നേരിട്ട് ജയിക്കാൻ രംഗത്തിറങ്ങാൻ കഴിയുന്ന ഒരു നേതാവ്. അതുകൊണ്ട് പറഞ്ഞു 2006 ജയിച്ചു വന്ന് പിന്നീട് സണ്ണി ജോസഫിനോട് തോറ്റ ശൈലജ ടീച്ചർ അല്ല ഇപ്പോൾ തിരിച്ചു ചെല്ലുന്നത്. അവർക്ക് പോപ്പുലാരിറ്റിയൊക്കെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. സണ്ണി ജോസഫും ഈ പറയുന്ന പോലെ വേറൊരു വ്യക്തിത്വമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടമായി മാറും. എന്തുകൊണ്ടായാലും നമുക്ക് നമ്മുടെ സമയം ഇങ്ങനെ കഴിയുകയാണ്. അപ്പം തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പേരാവൂർ ഒരുങ്ങുമ്പോൾ പേരാവൂർ മണ്ഡലത്തിൽ കരുത്തരായ 2 സ്ഥാനാർത്ഥികളാണ് ഒരുപക്ഷെ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ തീപാറുന്ന പോരാട്ടമായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രാഷ്ട്രീയ മത്സരം തന്നെയായി പേരാവൂർ മാറും. എന്തായാലും പേരാവൂരിലെ ജനവിധി ജനങ്ങൾ തന്നെ എഴുതട്ടെ. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.